ആചാര്യജി, എന്റെ ചോദ്യം ചാപ്റ്റർ 3-ൽ നിന്നാണ്. ടു നോ യുവർ സെൽഫ് വാച്ച് യുവർ സെൽഫ്. കഴിഞ്ഞ മാസം വരെ ഈ വിഭ്രാന്തിയിലായിരുന്നു. പുറമേ നിന്നുള്ള കെട്ടുപാടുകൾ മാത്രം മാറ്റിയാൽ, അത് ആളുകളുടെയോ വസ്തുക്കളുടെയോ രൂപത്തിലാകട്ടെ, കെട്ടുപാടുകൾ മാറുന്നുണ്ട് എന്ന് തോന്നിയിരുന്നു. പിന്നെ നിങ്ങൾ നന്നായി വിശദീകരിച്ചു, കെട്ടുപാടുകൾ പുറമേ നിന്നല്ല, ആന്തരികമായിട്ട് മാറ്റണമെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കാനായി. ആന്തരികമായ കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾക്കെങ്ങനെ ഒഴിവായി നിൽക്കാം? യഥാർത്ഥ കെട്ടുപാടുകളിൽ നിന്ന് എങ്ങനെ മാറ്റാൻ കഴിയും? നിങ്ങൾക്ക് പല കാര്യങ്ങളും മാറ്റി ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഡിപെൻഡൻസി. കാരണം ബന്ധങ്ങൾ പലതരത്തിലും പല രൂപത്തിലും നിറങ്ങളിലുമാണ് വരുന്നത്. എന്നാൽ അവയിൽ എപ്പോഴും കാണുന്ന ഒരു പൊതുവായ കാര്യമുണ്ടാകും. അത് ഡിപെൻഡൻസി ആയിരിക്കും. നിങ്ങളുടെ ആന്തരികമായ കഴിവ്, നിങ്ങളുടെ ആരോഗ്യം ആന്തരികമായത് അതൊന്നിലും ആശ്രിതമായി തീർന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. അതായത് അതിൽ വ്യവസ്ഥകളൊന്നും വച്ചിട്ടില്ലല്ലോ എന്ന്. അതായത് ഒരു പ്രത്യേക സംഭവം നടന്നാൽ ഞാൻ ഉള്ളിൽ നിന്ന് ആടിയുലഞ്ഞു പോകുമെന്ന്. അങ്ങനെയൊന്നും നടക്കുന്നില്ലല്ലോ എവിടെയും. അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ഇത് അപകടകരമായ ഒരു കാര്യമാണ്. കാരണം സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവം സംഭവിക്കും. മർഫീസ് ലോ. ഒരു പ്രത്യേക സംഭവം നടന്നാൽ ഞാൻ ഉള്ളിൽ നിന്ന് തകർന്നു പോകുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ സംഭവം നടക്കുകയും നിങ്ങൾ തകരുകയും ചെയ്യും. പുറമേ നിന്ന് നമ്മൾക്ക് പല കാര്യങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. അത് നമുക്ക് തടയാൻ കഴിയില്ല. എന്നാൽ ആന്തരികമായി അവലംബിക്കരുത്. ഉള്ളിൽ എന്തെങ്കിലും ഒന്നുണ്ടായിരിക്കണം. പുറത്ത് എന്ത് സംഭവിച്ചാലും ശരിയാണ്, നമ്മളതിനെ നേരിടും, ജീവിക്കും, ഉറങ്ങും. അതെ, മോശം തോന്നുന്നുണ്ട്, ഇത് സംഭവിച്ചു, അത് സംഭവിച്ചു, പണം നഷ്ടപ്പെട്ടേക്കാം, അഭിമാനം നഷ്ടപ്പെട്ടേക്കാം. ഈ കാര്യങ്ങളെല്ലാം ലോകത്ത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതിനർത്ഥം നമ്മൾ ഉള്ളിൽ നിന്ന് തകർന്നു പോയി എന്നല്ല. ഉള്ളിൽ നിന്ന് നമ്മൾ അപ്പോഴും അവശേഷിക്കും. അതിനാൽ ആ ആന്തരികമായ അവലംബത്തിൽ നിന്ന് ഒഴിവാകണം. സർ, എന്നാൽ ഇപ്പോൾ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഉള്ളിൽ നിന്ന് മനസ്സ് ചലിക്കുന്നത് കാണാം. അതായത് 1 മാസമായി സ്വയം നിരീക്ഷിക്കുന്നയാൾക്ക് മനസ്സിലായി, ആളുകളുമായി അകലമുണ്ടെങ്കിലും ആ സാഹചര്യം മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതിനെ എങ്ങനെ ശരിയാക്കാം? സാഹചര്യം ആവർത്തിക്കുന്നത് ഡിപെൻഡൻസി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ മനസ്സ് വീണ്ടും വീണ്ടും ചിന്തിക്കും, ഇത് സംഭവിച്ചാൽ ഇത് സംഭവിക്കും. പിന്നെ പറയും, അപ്പോൾ ഇത് സംഭവിച്ചാൽ ഇത് സംഭവിക്കും. അതെ, ഇത് സംഭവിച്ചാൽ നിങ്ങൾ അതിനെ ഒരു ചുഴലിക്കുള്ളിൽ കളിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാണ്. ആരെയാണ് അത് ആശ്രയിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതൊരു വ്യക്തിയാവാം, ഒരു വിചാരമാവാം, ഒരു പ്രതീക്ഷയാവാം, എന്തുമാവാം. നിങ്ങളുടെ ഡിപെൻഡൻസി ആശ്രയിപ്പിച്ചിട്ടുള്ളത് ആരിലാണോ അതാണ് കാരണം.